Welcome to Garam Masala, the magic spices of cooking. പാസ്റ്റ സാലഡ്. ഇനി നമുക്ക് ഹെൽത്തി പാസ്റ്റ സാലഡ് തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയ ഒരു ഡിഷാണിത്. നമുക്കിതിനെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതുമാണ്. ഒരുപാട് വെജിറ്റബിൾസ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തിയുമാണിത്. ആദ്യം നമുക്ക് പാസ്റ്റയെ വേവിച്ചു വെക്കാം. 4 കപ്പ് വെള്ളമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. തിളച്ചു വരുന്ന വെള്ളത്തിലോട്ട് 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് പാസ്ത ചേർക്കാം. 1 കപ്പ് എൽബോ പാസ്റ്റയാണിത്. ഈ പാസ്റ്റ ഓവർ കുക്ക് ആകരുത്. കുക്ക് ആയതിനു ശേഷം നമുക്കിതിനെ വെള്ളത്തിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് സാലഡിലോട്ട് വേണ്ട ഡ്രസ്സിംഗ് തയ്യാറാക്കാം. ഇതിനുവേണ്ടി ഞാൻ 1/2 കപ്പ് യോഗട്ടാണ് എടുത്തിട്ടുള്ളത്. ഈ യോഗട്ടിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ മസ്റ്റാർഡ് പൗഡറോ പേസ്റ്റോ ചേർക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇവ ചേർക്കാം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിട്ടുള്ള പാസ്ത ചേർക്കണം. പാസ്ത ചൂടോടെ ചേർക്കരുത്, തണുത്തതിന് ശേഷം വേണം ചേർക്കാൻ. ഇനി നമുക്ക് ഇതിലോട്ട് വെജിറ്റബിൾസ് ആണ് ചേർക്കേണ്ടത്. ഞാനിവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള 1/2 കപ്പ് വീതം സവാള, തക്കാളി, ക്യാരറ്റ്, ക്യാബേജ്, കുക്കുംബർ, 1/4 കപ്പ് വീതം യെല്ലോ ആൻഡ് റെഡ് ബെൽ പെപ്പർ, 1/2 കപ്പ് സ്വീറ്റ് കോൺ ഇവയാണ് ചേർക്കുന്നത്. ഏകദേശം 2.5 കപ്പോളം വെജിറ്റബിൾസ് ഉണ്ട്. ഇത് ആവശ്യാനുസരണം വെജിറ്റബിൾസ് ഉപയോഗിക്കാം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതിനെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം. അതിനുശേഷം നമുക്കിതിനെ സെർവ് ചെയ്യാം. 2 മണിക്കൂറിന് ശേഷം നമുക്കിതിനെ സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതിന്റെ മുകളിലായി നമുക്ക് 1 ടീസ്പൂൺ കൂടെ ഒലിവ് ഓയിൽ ഒഴിക്കാം. അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റിയും ഹെൽത്തിയുമായ പാസ്ത സാലഡ് തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ തണുപ്പോടുകൂടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയും ഡിന്നറായും എല്ലാം സെർവ് ചെയ്യാം. താങ്ക് യു.